നിങ്ങൾ അറിഞ്ഞു കാണും, 3ഓളം ഇന്ത്യൻ ഷിപ്പുകൾ അമേരിക്ക വെടിവെച്ചിട്ട് അത് കത്തിച്ച് മുക്കി. 3ഓളം ഇന്ത്യയുടെ നാവികർ, അതായത് മർച്ചൻ്റ് നേവി ഷിപ്പിലെ കാർഗോ വെസൽസിലെ ടാങ്കർ വെസൽസിലെ നാവികർ അവർ കൊല്ലപ്പെട്ടു. ചില ആൾക്കാർ ഇഞ്ചേർഡായി. എന്നിട്ട് നിങ്ങൾ കണ്ടു കാണും, ഫിൻലാൻഡിലായിരുന്ന ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇതിൻ്റെ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പ്ലാറ്റ്ഫോം എക്സിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കുറിപ്പും വന്നിട്ടുണ്ട്. ഏറ്റവും സ്ട്രോങ് പ്രൊട്ടസ്റ്റ് മാർക്കോ റൂബിയോട് വിളിച്ചു പറഞ്ഞു. അമേരിക്ക അതിന് തിരിച്ച് റിബേർട്ട് ചെയ്ത് അവരുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി, അതായത് അവരുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി, അതിനകത്ത് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. അതായത് പച്ച മലയാളത്തിൽ പറയാം, അവർ ഇത് ടോളറേറ്റ് ചെയ്യത്തില്ല. അത് ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ആണ്, അതവർ ഇഗ്നോറും ചെയ്യത്തില്ല. അമേരിക്കൻ നേവി ബ്ലോക്കേഡുള്ള സമയത്ത് നിങ്ങൾ ഇറാനിൽ നിന്നും അമേരിക്കയുടെ ഓർഡർ, മനസ്സിലാക്കോ, ഓർഡർ മറികടന്ന് നിങ്ങൾ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളെ ഞങ്ങൾ വെടിവെച്ചു. വേണമെങ്കിൽ സഹിച്ചോണം, അല്ലെങ്കിൽ ഇറങ്ങ്, കടക്കു, പുറത്തുനിന്നുള്ള സംഭവം ഇല്ലയോ. അത് പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ വേറെ ഭാഷയാണ്. അവർ ടോളറേറ്റ് ചെയ്യത്തില്ല. നമ്മൾ എടുത്തു നോക്കുക, ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ 1971 ശേഷം ഇതേപോലൊരു ഭാഷ അമേരിക്ക ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ എടുത്തു നോക്കുക, ഞാൻ ഈ പറയുന്ന ഓരോന്നും നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കുക. അമേരിക്കൻ ഗവൺമെൻറ് ഇതേപോലെ ഒരു ഭാഷ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്ക് സ്ട്രോങ് പ്രൊട്ടസ്റ്റ്. നമുക്കാണ് നഷ്ടമുണ്ടായത്. നമ്മുടെയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്രൂഡ് ഓയിലാണ് ഈ ടാങ്കർ, ഇന്ത്യൻ സെയിലേഴ്സാണ്. എന്നിട്ട് അമേരിക്ക അതിന് പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്, പുല്ല് വില. ഇനി മറ്റൊരു സംഭവമുണ്ട്, അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു സമയത്ത്, അതായത് ഇതേ വെടിവെച്ചിട്ട സമയത്ത് പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്ക അവിടെ സ്പെഷ്യൽ പെർമിറ്റ് കൊടുത്തു. ഇറാനിൽ നിന്ന് അവർക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാം, കാരണം ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ് ഈ സംഭവം. അവരെ വിട്ടു, പക്ഷേ ഇന്ത്യയെ വിട്ടില്ല. പാകിസ്ഥാനെ വരെ വിട്ടു. ഇത് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നു ഈ സംഭവം. ഇത് മോദിയുടെ പരാജയമാണോ, ജയശങ്കറിന്റെ പരാജയമാണോ, BJPയുടെ പരാജയമാണോ, എന്തു പരാജയമാണ്? വിശ്വഗുരു അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഇതാണ് തമാശ, ഇതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മാറ്റർ. ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് സംഘപരിവാറിന്റെ ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്? സൈലന്റ് ആയല്ലോ. ഇപ്പൊ സംഘപരിവാറുമായിട്ട് BJP, അതായത് RSSുമായിട്ട് കൂടുതൽ ബന്ധമുള്ള റിട്ടയർഡ് പട്ടാള ഓഫീസർമാർ, JD ബക്ഷി എന്നൊക്കെ പറഞ്ഞ പല ഉണ്ണാക്കന്മാരുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ BJP ആയിട്ടല്ലേ ഈ പറയുന്ന RSSുമായിട്ട് അവർ കിടന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അതായത് ഞാൻ കൃത്യമായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന, മോദി ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് അമേരിക്കയുടെ മുമ്പിൽ പോയി സറണ്ടർ ആണ്. അതാണ് ഇതിൻ്റെ ബേസിക് മനസ്സിലാക്കേണ്ടത്. മോദിക്ക് മുട്ടിടിക്കും അമേരിക്കയോട് കയർത്ത് സംസാരിക്കാൻ, ട്രംപിനോട് കയർത്ത് സംസാരിക്കാൻ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോട് കയർത്ത് സംസാരിക്കാൻ. അല്ലെങ്കിൽ ഏകദേശം 22 പ്രാവശ്യം ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു. ഒരക്ഷരം നമ്മൾ മിണ്ടിയില്ല. ഇന്ത്യ നരകത്തിന് തുല്യമാണ് എന്നൊക്കെ ഇത്രമാത്രം മോശമായിട്ട് ഡെഡ് എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഒരക്ഷരം മിണ്ടാൻ പറ്റിയിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിനെന്താണ് പേര്? സ്ട്രാറ്റജിയാണോ, ഭയമാണോ? ഇപ്പൊ ഗ്ലോബലായിട്ട് ഇപ്പൊ അത് ഇന്ത്യൻ ഷിപ്പിനെയും, അതായത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ വെസൽസിനെ, അതിനെ ഹിറ്റ് ചെയ്യുക, ആൾക്കാരെ കൊല്ലാം, ഇന്ത്യക്കാരെ കൊല്ലാം. അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് ഭയമാണ്. അതായത് നാണക്കേടല്ലേ ഈ ജയശങ്കറോട് പറഞ്ഞ് ട്വീറ്റ് ചെയ്തിട്ട് വലിയ സംഭവമാണ്. ഈ ജയശങ്കർ എന്ന് പറഞ്ഞ ആളെ പറ്റി മനസ്സിലാക്കുക, അയാൾ ബേസിക്കലി ഒരു ബ്യൂറോക്രാറ്റാണ്.
അയാൾക്ക് ഈ ബ്യൂറോക്രാറ്റ്സുകൾക്ക് എപ്പോഴും പൊളിറ്റീഷ്യൻസിനെ ഭയമാണ്. അയാൾക്ക് ആ ഭയം, ആ ഫോബിയ ഇന്നും വിട്ടുമാറിയിട്ടില്ല. മറിച്ച് അവിടെ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നുവെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞേന്. ആ ബ്യൂറോക്രാറ്റ്സിൻ്റെ ആ സ്വഭാവമാണ് ഭയം. എപ്പോഴും ഭയത്തിലാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. അവർക്ക് പേടിയ, അത് മോദിയോടും പേടിയ, അമേരിക്ക അഡ്മിനിസ്ട്രേഷനോടും പേടിയ, എല്ലാ അഡ്മിനിസ്ട്രേഷനോടും പേടിയ. കാരണം അവരുടെ വർക്ക് ശൈലി അങ്ങനെയാണ്. ഇനി നമ്മളൊരു കാര്യം, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പറയുന്നുണ്ട്, UPA ഭരിച്ച സമയത്ത് കോപ്പർഗഡ എന്ന് പറഞ്ഞ ഒരു IFS ഓഫീസർ ഉണ്ടായിരുന്നു ഇന്ത്യൻ അമേരിക്കൻ എംബസിയിൽ, ഇന്ത്യയുടെ അമേരിക്കൻ എംബസിയിൽ. അതിനകത്ത് അവരുടെ ഇഷ്യൂ ഉണ്ട്. അവരവിടെ ഇവിടുന്ന് കൊണ്ടുപോയ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുപോയ വേലക്കാരി ഇവരുമായിട്ട് തർക്കിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഈ സ്ത്രീ, അതായത് ഈ IFS ഓഫീസർ അവരുടെ വേലക്കാരി ഉപദ്രവിക്കുന്നു. അത് ഇഷ്യൂ ആകുന്നു, അടുത്തുള്ളവരത് പരാതിപ്പെടുന്നു, അത് പോലീസ് സ്റ്റേഷനിൽ കേസാകുന്നു. കോപ്പർഗഡ എന്ന് പറഞ്ഞ IFS ഓഫീസർക്കെതിരെ കേസ് ചാർജ് ചെയ്യുന്ന അമേരിക്കയിൽ. അത് ഉണ്ടായ സംഭവമാണിത്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഫർദർ പിന്നെന്താ ഉണ്ടായെന്നറിയോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഡിപ്ലോമാറ്റിക്കൽ ഇമ്മ്യൂണിറ്റി, അതിനെ ബാധിച്ചു എന്ന തലത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡൽഹിയിലുള്ള അമേരിക്കൻ എംബസിയുടെ സെക്യൂരിറ്റി വിഡ്രോ ചെയ്തു. ഉണ്ടായ സംഭവം ചാണക്പുരിയിൽ. അത് വലിയ ഇഷ്യൂ ആയി. അത് ചെയ്യാനുള്ള കരുത്ത്, തൻ്റെ ഇടം മൻമോഹൻ സിംഗിൻ്റെയും കോൺഗ്രസ് ഗവൺമെൻറ്റിനും ഉണ്ടായിരുന്നു. കാരണം അയാൾ എവിടെയും പോയി സറണ്ടർ ചെയ്യാൻ പോയിട്ടില്ല. അതതിൻ്റെ കാര്യം. ഇവിടെ മോദിക്ക് ഇന്ത്യക്കാർ 3 പേര് കൊല്ലപ്പെട്ടു, 3ഓളം ഇന്ത്യയിലോട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള വെസൽസ്, അതായത് ഓയിൽ ക്രൂഡ് കൊണ്ടുവരുന്ന ഓയിൽ, അതിനെ ഫയർ ചെയ്ത് മുക്കിയപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് കഴിയുന്നില്ല. ഇതിനാണ് സറണ്ടർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നരേന്ദ്ര സറണ്ടർ തന്നെയാണ്. സംഘപരിവാർ പൊട്ടന്മാർ പറയുന്നതല്ല സത്യം. നിങ്ങൾ ഭക്തിയും കാണിച്ചിരുന്നോ? ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം തൻ്റെ ഇടത്തോട് പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ടാണ് ഒരു പാകിസ്ഥാൻ ഷിപ്പിനെ അലോ ചെയ്തത്? എന്തുകൊണ്ടാണ് ചൈനീസ് ഷിപ്പിനെ അലോ ചെയ്തത്? കാരണം ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കുക, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡിപ്ലോമസി, നയതന്ത്രം കംപ്ലീറ്റ് കൊളാപ്സാണ്. അതതിൻ്റെ കാര്യം. അതാ ശരിക്കും റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ വരാൻ പോകുന്നു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ ചില കമ്പനികൾക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ പോകുന്നു, പല കമ്പനികൾക്കെതിരെയും. കാരണം റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് പല സഹായങ്ങളും ചെയ്തു. അവരുടെ ഏവിയേഷൻ ആണെങ്കിൽ അവരുടെ ഡ്രോൺ ഉണ്ടാക്കാനും മിസൈൽ ഉണ്ടാക്കാനും ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കൊടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ പൊരുത്ത്. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ യൂറോപ്പിൽ പോയി അവരുടെ കാലയെ പിടിക്കുന്ന സാങ്ഷൻ ഇമ്പോസ് ചെയ്യരുത്. ഉറപ്പായിട്ടും അമേരിക്ക പുറകിൽ കളിച്ചിട്ടുണ്ട്. അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുക, ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാതെ. കാരണം നേരത്തെ റഷ്യൻ ഓയിൽ മേടിച്ച സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ ടാരിഫ് ഇമ്പോസ് ചെയ്തു, പിന്നീട് അത് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇന്ത്യ ഇപ്പം റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കുന്നുണ്ട്. ഇന്ത്യ വരിഞ്ഞു മുറുക്കുകയാണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്ത്യയിൽ എക്കണോമിക് കൊളാപ്സ് വരാൻ പോവുകയാണ്. ആ രീതിയിലോട്ടാണ് പോകുന്നത്. എന്തിനാണ് ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു AI കമ്പനി, ഗ്ലോബലായിട്ട് ഏറ്റവും വലിയ കമ്പനിയാണത്. ഇന്ത്യൻ സൈന്യവുമായിട്ട് ഇന്ത്യൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അവരുടെ AI ടെക്നോളജി കരാർ ഉറപ്പിച്ചതാണ്. ഹ്യൂജ് ആയിട്ടുള്ള കരാർ ഉറപ്പിച്ചതാണ്. അതായത് ഗ്രൗണ്ട് ബാറ്റലിനും എയർ വാർഫെയർ, അത് ഫൈറ്ററിൻ്റെയും ഡ്രോണിൻ്റെയും ടാർജറ്റുകൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അവരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കമ്പനി എന്ന് പറയുന്നത്. അമേരിക്കൻ ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്നു. അത് ഇന്ത്യയാണ് ഡയറക്റ്റ് ബാധിച്ചിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് പുറത്ത് വിൽക്കാൻ പാടില്ല. പക്ഷെ നാറ്റോ രാജ്യങ്ങളുടെ കാര്യത്തിലൊന്നും പറയുന്നതുമില്ല. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്ത്യക്കെതിരെ അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ വലിയ ഗെയിമാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ചില പത്രങ്ങളും ഈ സംഘപരിവാറിൻ്റെ ഒക്കെ യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നു, മാർക്കോ റൂബിയോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ട്. അതൊന്നും അവന് പ്രശ്നമല്ല. പക്ഷേ അവനത് ഒരു തീരുമാനം എടുക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ നടുവൊടിച്ച് കയ്യിൽ തരും.
അത് എപ്പോഴും അവർ കാണിച്ചിട്ടുണ്ട്, അവർ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഈ 3ഓളം ഷിപ്പുകൾ മുക്കിയതും ആൾക്കാരെ കൊന്നിട്ട് ഇത്രയും വലിയ സംഭവമായിട്ട് പറഞ്ഞിട്ടും ഇന്ത്യയിൽ ഇത്രമാത്രം പ്രകോപനം, വലിയ വലിയ പ്രകോപനമാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ചെയ്ത പരിപാടിയാണ് അവരുടെ നേവൽ ഷിപ്പിനെ കൊണ്ട് ഇന്ത്യൻ വെസൽസിനെ ഫയർ ചെയ്യിപ്പിച്ചത്. പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഇത്രയും പ്രശ്നമുണ്ടായ ശേഷം എന്തുകൊണ്ട് അവർക്ക് ഈ പറയുന്ന സൈനികരെ രക്ഷപ്പെടുത്തിക്കൂടാ? എന്നിട്ട് ഒമാനിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും വെരിഫൈ ചെയ്തിട്ടും ഡ്യൂ ഡെലിജൻസിൽ നിങ്ങൾ എടുക്കുക. ഇന്ത്യൻ അമേരിക്കൻ ബന്ധം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പോസിറ്റീവ്? വീണ്ടും ട്രംപിനെ കാണാൻ വേണ്ടി, ട്രംപിൻ്റെ കാല് പിടിക്കാൻ വേണ്ടി മോദി പോയേക്കുവാണ് ഫ്രാൻസിൽ. കാരണം എങ്ങനെങ്കിലും പിണക്കം മാറ്റണം. ട്രംപും അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇന്ത്യക്കെതിരെ. ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയും ഈസ് മൈ ഫ്രണ്ട്, ഒറ്റ വാക്ക് നിർത്തി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നടക്കുന്നത്. അതായത് എക്കണോമിക് കൊളാപ്സ് ഒരു ഭാഗത്ത്, നമ്മുടെ എക്സ്റ്റേണൽ അഫേഴ്സ് അതായത് ഡിപ്ലോമസി, അതിനകത്ത് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ ജയശങ്കറും കൂട്ടരും കാട്ടിക്കൂട്ടുന്നത്. എവിടുന്നാണ് ഈ നിർദ്ദേശമെന്ന് അറിയാൻ പറ്റത്തില്ല. ഗ്ലോബലായിട്ടുള്ള ഇന്ത്യക്കാർ സഫർ ചെയ്യുന്നു. അമേരിക്കയിലും UK-യിലും മറ്റുള്ള രാജ്യങ്ങളിലും ഇന്ത്യക്കാരോട് തിരിച്ചു പോകാൻ പറയുന്നു. എവിടെയാണിത് ഫെയിലിയർ ആകുന്നത്? എന്താണ് ഇതിന് സൊല്യൂഷൻ? ഇതൊന്നും മോദി ഗവൺമെന്റിന് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രമാത്രം നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴും നമ്മളിത് പ്രതിരോധിക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞ ഒഫൻസീവിനല്ല പോകണ്ടേ, പ്രോപ്പറായിട്ടുള്ള ഡിഫെൻസീവാ. എന്നാലല്ലേ കാര്യങ്ങൾ നമുക്ക് മ്യൂച്വലായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് അമേരിക്ക ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ബുൾഡോസ് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആയിട്ട്. അത് കേൾക്കുന്ന കുറച്ച് ഭക്തന്മാരും കുറച്ച് പൊട്ടന്മാരും ഇരുന്ന് മോദിക്കിരുന്ന് തള്ളുന്നു. ഏറ്റവും വലിയ സംഭവമാണ്. അതല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം നമ്മളോട് ഇടഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളോട് നെഗറ്റീവായിരിക്കും. അത് പ്രൂവൻ ട്രാക്ക് റെക്കോർഡാണ്, ലോകത്തിലെല്ലാവർക്കും അറിയാം. അതിനകത്ത് ആ ട്രാപ്പിൽ മോദി പോയി വീണു. അവസാനം മോദി ഓരോ ഇന്ത്യക്കാരനെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ പൊട്ടത്തരം കാരണം. ഇനിയും മനസ്സിലാക്കുക, മോദി കേപ്പബിൾ ഉള്ള ലീഡർ അല്ല. അയാൾ ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് നയിക്കാൻ പറ്റും. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. കാരണം കാര്യങ്ങളെ പറ്റി യാഥാർത്ഥ്യ ബോധമില്ല. അത് തന്നെയാണ് കാരണം. എല്ലാം കൂടെ വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്ക്. നമ്മൾ ദുരന്തത്തിൽ നിന്നും ദുരന്തത്തിലോട്ടാണ് മോദി നമ്മളെ നയിക്കുന്നത്. അത് മാത്രം തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി.